വണക്കം, വന്ദനം, നമസ്കാരം. ഹാപ്പി ഈവനിങ് ടു യു ആൾ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി വെൽക്കം ചെയ്യുകയാണ് ട്രേഡർ ഓപ്ഷൻ ട്രേഡറിലേക്ക്. ഒരു ഈവനിങ് വീക്കെൻഡിൻ്റെ ഒരു ഈവനിങ് ഒരു റിവ്യൂ ആണ്, അല്ലെങ്കിൽ ഒരു ആഫ്റ്റർ മാർക്കറ്റ് അനാലിസിസ് എന്ന് പറയാം, പോസ്റ്റ് മാർക്കറ്റ് എന്ത് വേണോ പറയാം. നമ്മൾ റെഗുലറായിട്ട് വീഡിയോ ഇടാൻ പറ്റുന്നില്ല, അതുകൊണ്ട് തന്നെ ക്ഷമിക്കുക. പക്ഷേ ഡെയിലി നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഈ ലെവൽസ് പോസ്റ്റ് ചെയ്യുന്നതാണ്. ഞാനൊരു സെബി രജിസ്റ്റേർഡ് അഡ്വൈസർ അല്ല, അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്ത് ഫർദറായിട്ട് നിങ്ങൾ നല്ല നല്ല എൻട്രിയും എക്സിറ്റും ഒക്കെ എടുത്ത് ലാഭങ്ങൾ കൊയ്യുക. ഇന്ന് രാവിലെ നമ്മൾ ടെലഗ്രാം ചാനലിൽ ഇട്ടിരുന്നു ഈ ലെവൽസ്. എന്നും നിഫ്റ്റിക്ക് മാക്സിമം ഇടാറുണ്ട്, ബാങ്ക് നിഫ്റ്റിക്ക് മാക്സിമം ഇടാറുണ്ട്, നിഫ്റ്റിക്ക് കുറച്ചേ ഇടാറുള്ളൂ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ ഇൻഡെക്സാണ്, ഫ്യൂച്ചറിൻ്റെ ഡെറിവേറ്റീവ്സ് ചാർട്ടാണ്, 15 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിമാണ്. അപ്പോൾ രാവിലെ നമ്മൾ ടെലഗ്രാം ചാനലിൽ ഈ ലെവൽ ഇട്ടിരുന്നു, ഇൻട്രാഡേ ലെവൽ എന്ന് പറഞ്ഞിട്ടിരുന്നു. അതിനകത്ത് ഇട്ടിരുന്നത് 51,970 മുകളിലോട്ട് ഇട്ടിരുന്നു, താഴെ ഒരു 51,430. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയൊരു ലെവലും ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിനകത്ത് ഒരു കാര്യം പറഞ്ഞിരുന്നു, ബാങ്ക് നിഫ്റ്റിയുടെ റേഞ്ച് ഇന്ന് 300 പോയിൻ്റാണ് റേഞ്ച്. സോ നമുക്ക് 300 പോയിൻറ്റിൻ്റെ റേഞ്ച് എന്നാണോ ബ്രേക്ക് ചെയ്യുന്നത്, അത് ഡെയിലി 300 പോയിൻ്റ് ആകില്ല, ഇത് വ്യത്യാസങ്ങളാവും, അത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ആ റേഞ്ച് ബേസ് ചെയ്തിട്ടാണ് ഞാൻ ട്രേഡ് എടുക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ രാവിലെ ഓപ്പൺ ആയത് ആ റെസിസ്റ്റൻറ്റിൻ്റെ തൊട്ട് താഴെ ഓപ്പൺ ആവുകയും പ്രീവിയസ് ഡേ ക്ലോസ് കണ്ടോ, ഈ പ്രീവിയസ് ഡേ ക്ലോസ് ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ ടെസ്റ്റ് ചെയ്യുകയും ചെയ്തു. സോ റെസിസ്റ്റൻറ്റിൻ്റെ താഴെ ഓപ്പൺ ആയാൽ നമുക്കത് ഷോർട്ടിംഗ് ഓപ്പർച്യൂണിറ്റി, ഒരു PE വാങ്ങിക്കാം. ഞാനൊരു ഓപ്ഷൻ ബയർ ആയതുകൊണ്ട് PE വാങ്ങിച്ചു. രാവിലെ ആ പ്രോഫിറ്റ് ബുക്ക് ചെയ്തതിന് ശേഷം സ്ക്രീനിൽ നിന്ന് പോയി. പിന്നെ ഉച്ചയ്ക്ക് ശേഷം 1-2 ലൈവ് ഒബ്സർവേഷനൊക്കെ നമ്മൾ കൊടുത്തിരുന്നു. അപ്പോൾ ഇത് ഈ രാവിലെ പറഞ്ഞ റേഞ്ച് നമ്മളെപ്പോഴും എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ, എന്നിട്ട് ഒരു ചോദ്യവും ഇടയ്ക്ക് ടെലഗ്രാമിൽ ചോദിച്ചിരുന്നു. കാരണം രാവിലെ ഈ സമയത്ത് ഒരു ചോദ്യം ചോദിച്ചിരുന്നു, അതായത് ഒരു 10:15 ആയപ്പോഴാണ് ഇതുവരയ്ക്കുമുള്ള റേഞ്ച് കണ്ടോ, അതുവരയ്ക്കുള്ള റേഞ്ച് 255 റേഞ്ചാണ്. ഇനി ഒരു 45 പോയിൻറ്റിൻ്റെ ഷോർട്ടേജ് ഉണ്ട്, അത് എവിടെയാണ് തീർക്കുന്നതെന്ന് നോക്കുക എന്നുള്ളത്. സോ എക്സാക്ട്ലി ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇതാണ് നമ്മൾ അറിയേണ്ടതും പഠിക്കേണ്ടതും. അല്ലാതെ തലേ ദിവസത്തെ ബ്രേക്ക് ഔട്ട്, നിറച്ച ആൾക്കാർ പ്രീവിയസ് ഡേ ഹൈ ബ്രേക്ക് ഔട്ട് ആയാൽ അതൊരു നല്ലൊരു അപ് മൂവ് പോകുന്നു, പ്രീവിയസ് ഡേ ലോ ബ്രേക്ക് ഔട്ട് ആയാൽ താഴോട്ട് നല്ലൊരു ഡൗൺഫാൾ കാണാൻ പറ്റുന്നൊക്കെ ലോജിക്ക്, ഇതൊക്കെ പഴയ കാര്യങ്ങളാണ്. ഇതിലൊന്നും ഞാൻ വിശ്വസിക്കുന്ന ആളല്ല. ഇതിന് മുന്നേയൊക്കെ ഞാൻ വിശ്വസിച്ചിരുന്നു കേട്ടോ. പിന്നെ അതിനുശേഷമൊക്കെ അകത്തുപോയി തന്നെത്താനെ പഠിച്ചതാണ്, ആർക്കും ഫീസ് കൊടുത്ത് പഠിച്ചതല്ല. തന്നെത്താനെ പഠിച്ച് അങ്ങനെ നിറയെ യൂട്യൂബും കണ്ട് നിറച്ച് യൂട്യൂബിൽ നിന്നുള്ള ഇൻഫർമേഷനൊക്കെ ഗ്യാദർ ചെയ്ത് അങ്ങനെ പിന്നെ കുറേ വർഷങ്ങളായിട്ട് ചെയ്യുന്നുണ്ട് ട്രേഡിങ്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ നോക്കിക്കോ, രാവിലെ ഇവിടെ നിന്ന് തുടങ്ങി ലോ, ഇതാണ് ലോവിൻ്റെ ഹൈ കണ്ടോ, എവിടെ വച്ചേക്കുന്നത് 345. പക്ഷേ 315 ശേഷം അല്ലെങ്കിൽ 310 300 കണ്ടോ, എക്സാക്ട്ലി ഈ 300 പോയിൻറ്റിൻ്റെ അവിടെ, ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 300 പോയിൻറ്റിൻ്റെ അവിടെ എക്സാക്ട്ലി റിജക്ഷൻ കിട്ടുകയും താഴോട്ട് വരികയും വീണ്ടും മുകളിൽ പോകാൻ ശ്രമിച്ചു, വീണ്ടും അത് നടന്നില്ല. സോ റേഞ്ച് ബ്രേക്ക് ഔട്ട് കിട്ടിയില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് മുകളിലോട്ടുള്ള നല്ലൊരു അപ്പ് മൂവ് നമുക്ക് കിട്ടിയതുമില്ല. സോ ഇങ്ങനത്തെ ഡെയിലി അനാലിസിസും കാര്യങ്ങളും ലൈവ് ഒബ്സർവേഷനൊക്കെ ടെലഗ്രാമിൽ നമ്മൾ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്, ഒന്നും നമ്മൾ ഫീസ് വാങ്ങിക്കാറില്ല. സോ ഇതൊക്കെ നോക്കിയിട്ട് നിങ്ങളുടേതായ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുക. നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുകയാണ്. പിന്നെ സ്പെഷ്യൽ ഓണാശംസകൾ എൻ്റെ കേരളത്തിലുള്ള എല്ലാ വിശ്വാസികൾക്കും, എല്ലാ ഫ്രണ്ട്സിനും, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഹാപ്പി ഓണം ടു യു ആൾ.